ഇവന്മാർക്ക് ഈ സംഘടന ഇല്ലാതെ വയറ്റിൽ നിന്ന് പോകത്തില്ല, എല്ലാം അറിയാൻ മേലെന്ന് ചോദിക്കുക. ഇതെന്ത് ഈ സംഘടനയോട് ഇത്ര താല്പര്യം എല്ലാവർക്കും? ഒരു സംഘടന ഉണ്ടാക്കി വെച്ചതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ കിടന്ന് വിളിച്ചു പോകുന്നത് കേട്ടില്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും ഇനി 2-3 സംഘടനയായ പിന്നെ പറയണ്ട. ഓൾറെഡി കുറേ സംഘടനകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ അതിഗംഭീരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ പേരിൽ കുറേയേറെ പ്രശ്നങ്ങൾ ഈ സംഘടനകൾ കാരണം തന്നെ സിനിമയ്ക്കുണ്ട്. ഇതല്ലാതെ ഒന്നും ഇതിനു മുമ്പൊന്നും സംഘടന ഇല്ലാത്ത കാലത്തായതുകൊണ്ട് ഭയങ്കര പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, നല്ല സിനിമയുണ്ടായിരുന്നു. ഇവന്മാർക്ക് ഓരോരുത്തർക്ക് ഓരോ സംഘടന ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സിനിമയെ നശിച്ച്, സിനിമാ പ്രവർത്തകരുടെ ജീവിതം നശിച്ച് മൊത്തം കുളം. കുറച്ച് പേര് സംഘടന ഉണ്ടാക്കിയിട്ട് അവർ തന്നെ അങ്ങ് തിന്നുക. എന്തിനാ ഈ സംഘടന? ഇപ്പോൾ ആഷിഖ് കപൂറും എന്തോ ലിജോ പില്ലിശ്ശേരിയും രാജീവ് രവിയൊക്കെ കൂടെ എന്തോ സംഘടന ഉണ്ടാകും, പുരോഗമന സംഘടനയാണ്. അപ്പോൾ ആഷിഖ് കപൂർ ഇപ്പോൾ ചെസ് നമ്പർ എത്രാമത്തെയാണെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും വന്നിറങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ കിടന്ന് മെഴുകുന്നുണ്ട്. ഇപ്പോൾ സംഘടനകൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അടുത്തത് ആഷിഖ് കപൂറിൻ്റെ ടേൺ ആയിരിക്കും മിക്കവാറും. ഞാൻ ഓർത്തു ഉണ്ണികൃഷ്ണൻ കൊണ്ടുപോകായിരിക്കുമെന്ന്. പക്ഷെ ഉണ്ണികൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കളിക്കുന്നതുകൊണ്ട് ആരും വിളിച്ച് പറയുന്നില്ല. അല്ല എന്തെങ്കിലും അലിഗേഷൻസ് അവരുടെ ഭാഗത്തു നിന്ന് FKയുടെയോ അല്ല എന്തെങ്കിലും അഴിമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ആരിലൊക്കെ ചാടി വരണ്ടായിരുന്നു. അപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇവർ ഇടപെട്ട് നശിപ്പിച്ച സിനിമകൾ അല്ലെ ഏതെങ്കിലും തരത്തിലൊക്കെ അടിച്ചമർത്തിയ ആളുകൾ ഇവരൊക്കെ തന്നെയാണല്ലോ. ഇവരൊക്കെ വന്ന് പറയുമ്പോഴാണല്ലോ ഇവർ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നത്. പക്ഷേ അയാൾ ആ സൈഡിൽ കൂടെ അങ്ങ് പോയി, എങ്ങനെയാണെന്ന് അറിയത്തില്ല, എസ്കേപ്പായി. പക്ഷേ ആഷിഖ് കപൂറിൻ്റെ കാര്യം അങ്ങനെയല്ല. ആഷിഖ് കപൂറിന് മിക്കവാറും ഒരു 2-3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും കേൾക്കേണ്ടി വരും. കാരണം ഭയങ്കര ഒരിടത്തുനിന്ന് റിസൈൻ ചെയ്യുന്നു, അടുത്ത വേറെ സംഘടന ഉണ്ടാക്കുന്നു, പുരോഗമനം ഉണ്ടാക്കുന്നു, ഏണ്ട കാണിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇയാൾക്കൊരു റോളം കൊടുത്തേക്കാം അല്ലേ? അപ്പോൾ ചെസ് നമ്പർ 7 ആഷിഖ് കപൂർ. ആഷിഖ് കപൂർ എത്രയും പെട്ടെന്ന് കമ്മിറ്റിയുമായി ബന്ധപ്പെടുക. സംഘടനക്കാർ എന്തുവാണ് ഇത്? എനിക്ക് മനസ്സിലാവില്ല. ഈ സംഘടന ഇല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാത്ത ആൾക്കാർ കേരളത്തിലേ ഉള്ളൂ. ഭയങ്കര സംഘടനകളാണ്. ഇത് സംഘടനയുടെ ആവശ്യമൊന്നും അല്ല. ഇതിന് എന്ത് പറയണ്ടേ? ഇവിടെ ഈ പരിപാടി നിർത്തണമെന്ന് തന്നെ പെണ്ണുങ്ങൾ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അല്ലാതെ ഈ ഇവന്മാരെല്ലാം കൂടെ വിചാരിച്ചാൽ എല്ലാവരും എന്നും കോഴികളായി തന്നെ ജീവിക്കുന്നു. ഇത് എന്താ പറയുക, ഇതിനിടയിൽ കിടന്ന് കുറേ പെണ്ണുങ്ങൾ മെഴുകുന്നു, അതിനിടയിൽ കുറേ പേർക്ക് ബുദ്ധിമുട്ടുന്നു, അത്രേ ഉള്ളൂ. കൂടുതൽ പേർക്കും ബുദ്ധിമുട്ടല്ലായിരുന്നു. ഇവിടെയുള്ള പലരും പറയുന്ന കേട്ടവർക്കും ഇവരുടെ കഥകയിലാരും മുട്ടിയില്ല, ഇതുവരെ മോശപ്പെട്ടൊരു അനുഭവം ഉണ്ടായില്ല. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ മോശപ്പെട്ട അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ തോന്നൽ മാത്രമാണ് കേട്ടോ. എനിക്കങ്ങനെ തോന്നുന്നില്ലെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ചു. നേരെ മറിച്ച് കുറേ വനിതകൾ സംഘടന ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് അഭിനയിക്കാൻ വിളിക്കുന്നത് നമ്മളൊക്കെ അങ്ങ് യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ വന്നിട്ട് പറയുക എനിക്ക് അച്ചാർ വേണം, കോഴിക്കാൽ വേണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 1 കിലോ അച്ചാറും ഒരു 10-100 കോഴിക്കാലും കൊടുക്കത്തില്ലേ? കോഴിക്കാൽ മുഴുവൻ തിന്നിട്ട് പോയാൽ മതി എന്ന് പറയുകയും ചെയ്യും. എന്തിനാ അങ്ങനെ അച്ചാർ മാത്രമാക്കുന്നേ? ബിരിയാണിയും കൂടെ അങ്ങോട്ട് വിളമ്പട്ടെ എന്ന് ചോദിക്കത്തില്ലേ? എനിക്കാണ് അതൊക്കെ ഇഷ്ടം. ഈ സ്ത്രീകൾക്കൊക്കെ നല്ല പവർ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ അങ്ങ് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്ത് രസമാണ് അല്ലേ? അവർ നമ്മളെ ഇങ്ങനെയൊക്കെ കാണിക്കുക, മുറിയിലൊക്കെ അടച്ചിട്ടിട്ട് നമ്മളിങ്ങനെ പേടിച്ചിരിക്കും. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ. ഉടനെ പറയും വേണ്ട, കണ്ടാൽ മതി, നോക്കിയിരുന്നാൽ മതി, അല്ലേ വേണ്ട, എനിക്കൊരു കോഴിക്കാൽ മതി, ബിരിയാണി വേണ്ട, അച്ചാർ മതി, ചള്ളാസ് വേണ്ട എന്നൊക്കെ പറയുന്നത്. ചള്ളാസ് എന്ന് സാലഡിന് ഇവിടെ ചള്ളാസ് എന്ന് പറയും എറണാകുളത്തേക്ക്. എങ്ങനെ ഉണ്ടായെന്നറിയത്തില്ല, പക്ഷേ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലർ ചെയ്തത് തെറ്റൊന്നുമല്ല. പക്ഷെ എനിക്ക് താല്പര്യമില്ലാതെ ഒരാൾ എന്നെ കയറി പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അതാണായാലും കൊള്ളാം, പെണ്ണായാലും കൊള്ളാം. പക്ഷെ കൂടുതൽ സമയം അനുവാദം ഉണ്ട്. അതാണ് വളരെ കുറച്ച്. എനിക്കങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടില്ല. അനുവാദം ഇല്ലാത്തൊരു സാഹചര്യത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റും. ഇവിടെ താണെങ്കിൽ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും. ഒരു പെണ്ണ് വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെയൊക്കെ ഇടപെടുക എന്ന് വിചാരിക്കുക. ഒന്ന് നോക്കിയാൽ മതി, അപ്പോഴേ പുറകെ പോകും. അപ്പോഴാ അല്ലേടാ, അപ്പോഴാ മുറിയിലൊക്കെ അടച്ചിട്ടിട്ട്. അത് സിനിമയിൽ അവസരമൊക്കെ തരാമെന്ന് പറയുമ്പോൾ ആലോചിക്കും. ഒരു പെണ്ണ് പ്രൊഡ്യൂസർ, ഒരു പെണ്ണ് ഡയറക്ടർ, എല്ലാവരും പെണ്ണുങ്ങൾ, പ്രോഗ്രാം മറ്റേ എന്താ പ്രൊഡക്ഷൻ കൺട്രോളർ, ക്യാമറ വുമൺ, എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഓരോരുത്തർ വിളിച്ചിട്ട് നമ്മളെ ഓഡിഷൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഓരോ മുറി കൊണ്ടുപോയി. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഞാൻ അങ്ങനെ ഒരുപാട് റോൾ അന്വേഷിച്ച് പോയേനെ. എന്നെ സിനിമയിൽ എടുക്കുമോ അവരങ്ങനെയാണ്? അയ്യോ, ഞാനൊരു പ്രധാന നടനാകും, പ്രമുഖ നടൻ. അയ്യോ, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ തയ്യാറാന്നേ. എനിക്ക് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പ്രമുഖ നടൻ, ഈ പറഞ്ഞ സംവിധായകരുടെയും സൂപ്പർ സ്റ്റാർ, അത് പെണ്ണുങ്ങളാണ് കേട്ടോ. അല്ലേ, സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ, ഭയങ്കര ലേഡി ഡയറക്ടറൊക്കെ ഉള്ള നാട് ഒരു കാലത്ത് അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. നേരെ തിരിച്ചാണ് ഈ പവർ മാറുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ലേ?
അല്ല, ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ആലോചിക്കുക. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നോ? നിനക്ക് അമ്മയില്ലേ? അല്ല, നിനക്ക് അച്ഛനില്ലേ? ആങ്ങളില്ലേ? നിനക്ക് ചോദിക്കുവോ? അപ്പോൾ ചെസ് നമ്പർ 7 ആഷിക്ക് പോൺ സ്റ്റേജ്. ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം കൈവിട്ട് പോയി. ഞാൻ പറഞ്ഞ അവരോട് വേണ്ട, പക്ഷെ അവർ കേൾക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പലവട്ടം പറഞ്ഞതാ, പക്ഷെ ആരും അങ്ങോട്ട് കേൾക്കുന്നില്ല. ചിലർ അത് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, കേൾക്കുമ്പോൾ മനസ്സിലാവും. ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാകത്തില്ല, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം അതുമല്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി സിനിമകൾ അഭിനയിക്കണം, അങ്ങനെ തിരക്കാവും, പിന്നെ എല്ലായിടത്തും പോവാം. അവരിങ്ങനെ കൊണ്ടുപോയിക്കോളുമല്ലോ നമ്മളെ. പിന്നെ എവിടേക്കാ? ബാത്റൂമിൽ നിന്നൊക്കെ ചുമ്മാ ഞാൻ ഇറങ്ങി വരത്തേ ഉള്ളൂ. ഒരു 3-4 പ്രാവശ്യം കുളിച്ചിട്ടെങ്കിൽ ഇറങ്ങി വരും. അവിടേക്ക് ഇങ്ങനെ ഓരോരുത്തരൊക്കെ നിൽക്കും, ഇങ്ങനെ ചാടി പിടിക്കാനും കടിക്കാനും. അപ്പം ഞാൻ പിടിക്കും, ഇവിടെ ദുഷ്ടേട്ടാ എന്ന് പറയുന്നത് ഒരു സീനം കൊടുക്കത്തേ ഉള്ളൂ. അല്ല പിന്നെ എന്താ അങ്ങനെ ഒരു കാലം വരുവോടെ? നിങ്ങൾ ആലോചിക്ക്, നല്ല കാലം അങ്ങനെയൊക്കെ ആണെങ്കിൽ രസമായിരിക്കും. ഇവിടെ അത് ഒരിക്കലും ആകത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് വിളിച്ചോണ്ട് പോകണ്ടല്ലോ, ഒന്ന് നോക്കിയാൽ തന്നെ പുറകെ പോവാ ഇവിടെ ഉള്ളവന്മാർ. ഇവർക്കൊരു ഡിമാൻഡില്ലെന്നേ. ആണുങ്ങൾ വെറും കച്ചറകളാണ് ഇവിടുത്തെ. ഇങ്ങനെ ഒലിപ്പിച്ചും പുറകെ നടന്നും കൊള്ളാത്തവന്മാരായി പോയി. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇങ്ങനെ നടക്കുന്നവന്മാർക്ക് ഈ കൊള്ളത്തില്ല, അതൊന്നും ക്വാളിറ്റി ഇല്ലാത്ത ആണുങ്ങളാ. അതുകൊണ്ട് എന്താ സ്വയം വില കളയുന്നത്? അതേസമയം അവർ വിളിക്കട്ടെ, എനിക്കങ്ങനെ പറ്റത്തുള്ളൂ. അല്ല, ഞാനിങ്ങനെ കുറേ നടക്കത്തൊന്നുമില്ല. പിന്നെ എന്താ ആവശ്യമാണെന്നറിയാം? പെണ്ണുങ്ങൾ കുറേ നടക്കാൻ പോകും. 1-2 പ്രാവശ്യമൊക്കെ നടന്നപ്പോൾ മനസ്സിലായി, വെറും അലം പരിപാടിയാണ്. ഇങ്ങനെ പുറകെയാണെന്ന് എന്തിന്? അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ പറയട്ടെ, അല്ലേ? ആവശ്യമുണ്ടെങ്കിൽ പറയണം, ഇതാണ്ട് ഇങ്ങനെയാണ്, എനിക്കിത് വേണം, ഇങ്ങനെയാണ്, എനിക്ക് ഇന്ന പോലത്തെ കാര്യം ഇഷ്ടമാണ്, എനിക്ക് ഇന്നത് മറ്റേത് ഇഷ്ടമാണ്, മറിച്ചത് ഇഷ്ടമാണ്. നമ്മൾ പറയത്തില്ല എനിക്ക് എൻ്റെ കണ്ണ് ഇഷ്ടമായെന്ന് പറയത്തില്ലേ? ചിലവർക്ക് പല്ല ഇഷ്ടപ്പെടുന്നത്, ചിലർക്ക് ചെവി, ചിലർക്ക് നഖം, ചിലർക്ക് മുടി ഇഷ്ടം കേട്ടോ. അങ്ങനെ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് അങ്ങനെ വന്നിട്ട് പറയുക എനിക്കിഷ്ടമായി, അതുകൊണ്ട് എനിക്കിത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ടോണ്ടിരുന്നിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ, ഞാനിവിടെ ഒരു ഡാൻസ് കളിച്ചോളാം, ഡാൻസ് കളിച്ചിട്ട് ഇടയ്ക്ക് ഞാൻ ഇച്ചിരി പായസമൊക്കെ കുടിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തിനാണ് അങ്ങനെയൊക്കെ ആക്കുന്നത്? ഇത് നേരിട്ട് അങ്ങോട്ട് നമുക്കൊരു പാൽപ്പായസം, എന്താ ഇവിടുത്തെ പാൽപ്പായസം, ഏതോ ഒരു പാൽപ്പായസം ഉണ്ടല്ലോ, ഒരു സ്ഥലമുണ്ട്, ഒരു അമ്പലത്തിൽ ഭയങ്കര ഫേമസ് ആണ് അതേതാണല്ലോ, അമ്പലക്കുരു തെച്ചിക്കാവിൽ അമ്പലപ്പുഴ പാൽപ്പായസം പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം, പാണ്ടിമേണ്ട് മേളം. ചെസ് നമ്പർ 7 ആഷിക്കബു കമ്മിറ്റിയുമായിട്ട് എത്രയും പെട്ടെന്ന് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സ്റ്റേജിന്റെ പിൻഭാഗത്തേക്ക് വരേണ്ടതാണ്. പോരട്ടെ, എല്ലാവരും ഒന്ന് വന്നേ, നോക്കട്ടെ എങ്ങനെ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതുമല്ലേ, ഒരുപാട് പൈസ കിട്ടുന്നു സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്ക്. ഞാനിങ്ങനെ നടക്കുമല്ലേ, ഓരോ ഡയറക്ടർമാർ, പ്രൊഡ്യൂസർമാർ, പിന്നെ അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലായിടത്തും, പിന്നെ വലിയ ഉദ്ഘാടനത്തിലൊക്കെ വിളിക്കും. ഞാൻ അവിടെ പോയി ഇങ്ങനെ നിൽക്കും. അതിനകത്ത് മറ്റേ ഇത് മേടിച്ച് വലിയൊരു സാധനം ഇവിടെ ഫിറ്റ് ചെയ്യണം, ഇങ്ങനെ വല്ല ഏത്തയ്ക്ക വല്ലതും എടുത്തിട്ട് പാൻറ്റിൻ്റെ ടൈറ്റ് പാൻറ്റ് എടുത്ത് മുഴപ്പിച്ച് വെക്കണം, എന്നിട്ട് വേണം ഉദ്ഘാടനത്തിന് പോകാനാണ്. എല്ലാവരും ഇത്തരോട്ട് ഇങ്ങനെ നോക്കും. പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ ഒരു കുണ്ടിയെ നോക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞ പോലെ. നമ്മളിറങ്ങുമ്പോൾ നമുക്ക് എന്തൊരു സാധനം അങ്ങനെ മുഴച്ചിരുന്ന കുഴപ്പമൊന്നുമില്ല, എൻ്റെ ശരീരത്തിൻ്റെ സാധനമല്ലേ മുഴച്ചിരിക്കുന്നത്, അതിന് പ്രത്യേകം മേടിക്കാനൊക്കെ കിട്ടണം. അല്ല വേണ്ട ഡിൽഡോ എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലും മതി. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കണം, ടൈറ്റ് പാൻറ്റൊക്കെ ഇട്ട് ഉദ്ഘാടനത്തിന് പോകാം. പിന്നെ അവിടെ ആമ്പിള്ളേരുണ്ട്, പെൺപിള്ളേർ എല്ലാം കൂടെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കുറേ ഓടിക്കൂടുകയൊക്കെ ചെയ്യും. നമ്പർ തരാമോ ചേട്ടാ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ നൈസായിട്ട് നമ്പറൊക്കെ ഞാൻ കൊടുക്കും. പിള്ളേരല്ലേ എന്നാന്ന് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. ഇത് വിലയില്ല ഇവിടെ, ആണുങ്ങൾക്ക് വിലയില്ല. ഇത് പെണ്ണുങ്ങൾക്ക് വിലയില്ലാത്തതെന്നാണ് പറയുന്നത് ഇവിടെ. ആണുങ്ങൾക്ക് വിലയില്ലാത്ത ഒന്നിനും ആർക്കും വേണ്ട ഇവന്മാരെ. പെണ്ണുങ്ങൾക്ക് വേണ്ടാത്ത ആണുങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്ന് തോന്നുന്നു, അല്ല ഇന്ത്യയിലായിരിക്കും. ആ പെണ്ണുങ്ങൾക്ക് വേണ്ടാത്തവന്മാർ എന്തൊരു ഗതികെട്ട മനുഷ്യരുടെ. നീയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടോ ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടാത്ത? കെട്ടിക്കൊണ്ടൊക്കെ വരാതെ പലർക്കും കളി നടക്കത്തില്ല ഇവിടെ. കാരണം പറ്റത്തില്ല, കെട്ടിയാലേ കിട്ടത്തുള്ളൂ. കാരണം അത്രയ്ക്ക് കൊള്ളത്തില്ല നിന്നെ ഒന്നും. പെണ്ണുങ്ങൾ സഹിക്കുക കൂടുതൽ പേര്, അറിയത്തുമില്ല, വിവരവും ഇല്ല, ബോധവും ഇല്ല. അതുകൊണ്ട് ഈ പട്ടി നടക്കുന്ന പോലെ നടക്കുക കുറേ എണ്ണം നാണയില്ലാത്തവന്മാർ. എന്തിനാട്ടെ. ചെസ് നമ്പർ 7 ഷിക്കാഗോ ആഷിഷ്.